Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1743 മലയാളം മാങ്ക എക്സ്പ്ലനേഷൻ ആണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ തന്നെ കുറേയധികം മാങ്ക എക്സ്പ്ലനേഷൻ ഒക്കെ ചെയ്യാറുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ എന്തായാലും ഒന്ന് കയറി ഇപ്പൊ തന്നെ ചെക്കൗട്ട് ചെയ്തേക്ക്. പിന്നെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് നന്നായിട്ട് തന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വൺ പീസിനെ മാങ്ക വയ്ക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലും ഈ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വൺ പീസ് ആയതുകൊണ്ട് സപ്പോർട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ടാർജറ്റ് വെക്കുന്നുണ്ട്. 2K ലൈക്സ് ആണ് ഈ വീഡിയോക്ക് നമ്മൾ വെക്കുന്ന ടാർജറ്റ്. ചാൻസ് വളരെ കുറവാണ്, പക്ഷേ എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചാപ്റ്ററിന്റെ പേര് ഗോഡ്സ് നൈറ്റ് എന്നാണ്. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ സോൾ ഓടി കത്തിച്ച പിള്ളേരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് പുള്ളിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പിള്ളേരുടെ എല്ലാത്തിനും ഉടുപ്പിൽ ഒരു ചെറിയ വൈറ്റ് കോട്ടിംഗ് ഉണ്ട്. സൂക്ഷിച്ച് ആ ടീച്ചർ പറഞ്ഞ ഓർമ്മയില്ലേ, പിള്ളേരെ തൊടാൻ പാടില്ല, തൊട്ട് കഴിഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പുള്ളിക്കാരൻ എടുത്ത് പറഞ്ഞായിരുന്നു. റോബിൻ, അതെനിക്കറിയാം, പക്ഷെ നമുക്ക് പിള്ളേരിങ്ങനെ ചുമ്മാ വിടാൻ പാടില്ലല്ലോ. അവരിങ്ങനെ നടന്ന് എന്തെങ്കിലും അപകടത്തിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ എന്നാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പിള്ളേരെ തിരിച്ച് സ്കൂളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സോള് ആ കൊച്ചിനെ കയറി പിടിക്കാൻ വേണ്ടി പോകാൻ നേരത്ത് പെട്ടെന്ന് ആ കൊച്ചിന്റെ ചുറ്റിനും കുറേ മുള്ള് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ആ മുള്ള് നമ്മുടെ സോളിന്റെ കയ്യിൽ തറച്ചു കയറുന്നുണ്ട്. സോളിന് നന്നായിട്ട് തന്നെ വേനെടുക്കുകയും പുള്ളിക്കാരൻ തിരിച്ച് ബാക്കിലേക്ക് വീഴുന്നുണ്ട്. അപ്പൊ തന്നെ സ്കൂളിൽ നിന്ന് നമ്മുടെ ടീച്ചർ ഉണ്ടല്ലോ, പുള്ളിക്കാരി ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്യും. എല്ലാവരും ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. നമ്മുടെ സ്കൂളിലെ കുറച്ചധികം പിള്ളേരെ ബോധം പോയിട്ടുണ്ട്. അത് മാത്രമല്ല കുറച്ചധികം പിള്ളേർ ഉറക്കത്തിൽ നടക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് നടക്കണമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ, പക്ഷെ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതുമല്ല പിള്ളേർ ഇപ്പൊ പോകുന്നത് 8th ബ്രാഞ്ചിലേക്കാണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ നാമിയും അതേപോലെ ജിംബയൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. നാമി ചോദിക്കുന്നുണ്ട്, പെട്ടെന്ന് തീ വന്നു, ദേ ഇപ്പൊ പിള്ളേരുടെ എവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 8th ബ്രാഞ്ചിലായിട്ട് തീ പിടിച്ചിരിക്കുകയാണ്. അതേസമയം ജാറുലും ബാക്കിയുള്ളവരെല്ലാവരും നല്ല പറ്റാണ്. പക്ഷെ നമ്മുടെ ജാറുലിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ചൈൽഡ് ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അവളെയാണ് ആദ്യം നടന്നു പോയിട്ട് നമ്മൾ കണ്ടതും. 8th ബ്രാഞ്ചിൽ ആ തീ അടക്കാൻ വേണ്ടി ഒരു കൂട്ടം ജൈൻസ് അവിടുന്ന് കപ്പലെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇവർക്ക് ഈ തീ അണക്കുന്ന ജോലിയാണ് മെയിൻ ആയിട്ടുള്ളത്. പക്ഷെ അവരങ്ങോട്ട് പോയപ്പോഴാണ് എന്തൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള രൂപം അവിടെ ഉണ്ടെന്ന് അവർ കണ്ടത്. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. കാണാൻ ഏകദേശം അസ്ഥികൂടത്തിനെ പോലെ ഇരിക്കുന്ന വളരെ വലിയൊരു രൂപം അവരെ അറ്റാക്ക് ചെയ്ത് അവരെ താഴെ ഇടുവായിരുന്നു. ഇത് കാണുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോകും. പിന്നെ നമ്മുടെ സയൻസ് ഷോമേഴ്സിനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരായിട്ട് പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ ജയൻസിന്റെ മോന്ത കണ്ടോ? എന്റെ പൊന്നു, എനിക്ക് ചിരി സഹിക്കാൻ മേല. അവന്റെ കയ്യിൽ ആ മുള്ളു ഊതി കയറിയപ്പോ എന്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു. അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത് റോസും അതേപോലെ മുള്ളും അല്ല. നിങ്ങൾ എന്തുമാത്രം ഒരു കാര്യം ഇഷ്ടപ്പെടുന്നു അത്രയധികം വേദന തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. ബേസിക്കലി പറയുകയാണെങ്കിൽ ഷോമേഴ്സിന്റെ പവർ അത് തന്നെയാണ്. ആ പിള്ളേരോട് നമ്മുടെ ജാളിനും ബാക്കിയുള്ളവർക്ക് നല്ല ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് അവരെ പിടിക്കാൻ നേരത്ത് ജാളിന് നല്ലധികം വേദന അനുഭവപ്പെട്ടത്. പിന്നെ നമ്മുടെ സൈൻ ഷോമേഴ്സിനെ പുള്ളിക്കന്റെ ഡെവിൽ ഫ്രൂട്ട് പവർ ഏതാണെന്നാണ് പറയുന്നത്. പുള്ളിക്കന്റെ പവർ ത്രോൺ ഫ്രൂട്ട് ആണ്. ഷോമേഴ്സിന്റെ ഈ ഒരു വായത്താള അവൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അതായത് നമ്മുടെ ഗുങ്കോയുടെ അവനെ ചവിട്ട് താഴത്തേക്ക് ഇടുന്നുണ്ട്. അപ്പൊ നമ്മുടെ കിളിങ്കും ചോദിക്കുന്നുണ്ട്, ഗുങ്കോ നീ സത്യം പറഞ്ഞാൽ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? അധികമൊന്നുമില്ല, നമ്മൾ ഇവിടേക്ക് വരുന്ന വഴി ഞാനൊരു വില്ലേജ് കണ്ടിരുന്നു. അവിടെ ഓഷൻ ക്ലൗഡ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിള്ളേരെ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണം. അതുകൊള്ളാം, നിനക്ക് കറക്റ്റ് സെന്റർ തന്നെ എത്തിക്കണം. ഇതാവുമ്പോ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലല്ലോ, നിനക്ക് എല്ലാവരുടെ മുഖം കാണാഞ്ഞിട്ട് മേലെ. അപ്പൊ തന്നെ നമ്മുടെ കിളിങ് ചോദിക്കുന്നുണ്ട്, ഷോമേഴ്സ് നിനക്ക് സാൾട്ട് വേണോ? എന്ത് സാൾട്ടോ? പെട്ടെന്ന് തന്നെ എന്തോ ഒന്ന് അവന്റെ നേരെ വന്നിട്ട് അടുത്ത നിമിഷം തന്നെ അവൻ ഉറങ്ങി പോകുവാണ്. എന്നിട്ട് അവന്റെ ഉറക്കത്തിൽ നിന്നുള്ള സ്വപ്നത്തിലേക്ക് നമ്മുടെ കിളിങ് കൈയിട്ട് അവിടുന്ന് സോൾട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് കിളിംഗത്തിന്റെ ഡെവിൽ ഫ്രൂട്ട് എന്താണെന്ന് റിവീൽ ചെയ്യുന്നത്. അത് മിത്തിക്കൽ ടൈപ്പ് ഡെവിൽ ഫ്രൂട്ട് ആണ്, ഡ്രാഗൺ ഫ്രൂട്ട് മോഡൽ കിളിങ്. ഷോമേഴ്സ് അപ്പൊ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പൊ ആ പിള്ളേരെ മേത്ത് യൂസ് ചെയ്തത് ഇതേ പവർ തന്നെ? പിന്നല്ലാതെ എനിക്കത് എത്ര വേണമെങ്കിലും വട്ടം യൂസ് ചെയ്യാൻ പറ്റും. സാൾട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എന്റെ പൊന്നും ഒരു രക്ഷയില്ല, കിടിലൻ ടേസ്റ്റ്. അത് മാത്രമല്ല ഒരു പെയിന്ററിനെ ഒപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെയിൻബോസും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമല്ലോ. അത് കുഴപ്പമില്ല. എന്തായാലും അത് കഴിയുമ്പോൾ എനിക്ക് ഹോളി ലാൻഡിലേക്ക് തിരിച്ചു പോകണം നമ്മുടെ കിളിങ് പറയാനടുത്ത് ഷോമേഴ്സ് കിടന്ന് കാറുന്നുണ്ട്. എന്ത് അത്രേ ഉള്ളോ? ഇത് ഇത്ര എളുപ്പമായിരുന്നു? സോ എനിക്ക് വയറ് കളഞ്ഞെന്ന് അപ്പൊ നമ്മുടെ ഗുങ്കോ പറയുകയും ചെയ്യും. അപ്പൊ കിളിങ്ങും പറയുന്നുണ്ട്, നീ പേടിക്കുന്ന വേണ്ട, ഇതെല്ലാം 0 കാലറീസ് ആണ്, അതുകൊണ്ട് ഇഷ്ടം പോലെ കഴിക്കാൻ നോക്കി. ഷോമേഴ്സ് പിന്നെ നിന്നോടാണ് പറയാനുള്ളത്, ഇത് എത്ര എളുപ്പമാണെന്ന് വിചാരിക്കേണ്ട കാര്യം. ഞങ്ങൾ ഇവിടേക്ക് വരുന്ന വഴി ഒരു ചെറിയൊരു സെർട്ടനുള്ള പൈററ്റിന്റെ ഷിപ്പ് കണ്ടു. അതായത് എംപറർ സ്ട്രോ ഹാറ്റ് ലൂഫി എൽബോഫിലുണ്ട്. നന്നായിട്ട് തന്നെ പടർന്നു പോയിരുന്നു. ആ സമയത്ത് തന്നെ പിള്ളേരായിട്ട് ഗുങ്കോടെ ആരോടെ നേരെ ആ തീയുടെ അകത്തേക്കാണ് നടന്നു പോകുന്നതും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലോക്കിനെ കൂട്ടരാണ്. ലോക്കി പറയുന്നുണ്ട്, നിനക്കൊന്നും ഒരിക്കലും എന്നെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. എന്തിന് ഈ റാങ്കിൻ്റെ ഒന്ന് അനക്കാൻ പോലും നിനക്കൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് മര്യാദക്ക് സറണ്ടർ ആകാൻ നോക്ക്. നിങ്ങളുടെ വെപ്പൺസ് ഒക്കെ വെച്ച് സറണ്ടർ ആയി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പൊക്കോളാം. ലൂഫി, ഈ വലിയ ജയന്റുമായിട്ട് നിനക്ക് എന്താണ് പരിപാടി? എടാ അവനെ കണ്ടില്ലേ, അവൻ ഇഞ്ചുറി ആണ്, അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ തന്നെ ലോക്കി കാറുന്നുണ്ട്, അതെന്താടാ നീ മരിക്കാൻ കിടക്കുന്ന എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാം. ആ ചോദ്യത്തിന് നീ ഒന്ന് ഉത്തരം തന്നില്ലെങ്കിൽ സൺറിലത്തിലുള്ള എല്ലാ വീക്ക്ലിങ്സിനെയും ഞാൻ ഇന്ന് കൊല്ലൊന്നും പറഞ്ഞുകൊണ്ട് കാറെന്നെടുത്ത് ഹജറുദ്ദീൻ പറയുന്നുണ്ട്. ലോക്കി വെയിറ്റ് ചെയ്യും, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഹജറുദ്ദീൻ നീ എന്താ മണ്ടനാണോ? നിനക്ക് അവനെ കാണാൻ മേലെ? അപ്പൊ തന്നെ ലൂഫി പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഇനി എനിക്ക് ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ലൂഫി മേലേക്ക് ചാടുവാണ്. ലൂഫി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹജറുദ്ദീൻ കിടന്ന് കാറുന്നുണ്ട്. അപ്പൊ ഇതാണല്ലേ നിന്റെ ഉത്തരം എന്ന് പറഞ്ഞിട്ട് ലോക്കി ആ ചുറ്റികയിൽ ഒന്നുകൂടെ അമർത്തി പിടിക്കുന്നുണ്ട്. എന്നാൽ ലൂഫി ഗമഗമെന്ന് പറയാൻ നേരത്ത് തന്നെ ലോക്കി പറയുന്നുണ്ട്,
പക്ഷേ ഈ റൗണ്ടിൽ ഞാൻ തന്നെ തോറ്റു. എന്നിട്ട് ലൂഫി ചെയ്യുന്നൊരു അറ്റാക്ക് ഉണ്ട്. അത് നമ്മുടെ നോർമൽ ആർം ബലൂൺ ആയിരുന്നു. വളരെ ലൈറ്റായിട്ട് വളരെ ഫെദർ ടച്ച് പോലെ നമ്മുടെ ലോക്കിനെ ലൂഫി അറ്റാക്കും ചെയ്യും. ചെറുതായിട്ടൊന്ന് തൊട്ടതേ ഉള്ളൂ. പക്ഷേ എങ്കിൽ നമ്മുടെ ലോക്കി നേരെ മുന്നിയും കുത്തി താഴത്തേക്ക് വീഴുവാണ്. അപ്പോൾ സോറോ പറയുന്നുണ്ട്, അവനെ കണ്ടപ്പോൾ എനിക്കറിയാമായിരുന്നു അവൻ മരണത്തിന്റെ വക്കത്താണ് നിൽക്കുന്നത്. അവൻ്റെ ഉള്ള ആരോഗ്യം എടുത്തുകൊണ്ടാണ് അവനൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കിയത്. നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞ് അവൻ എവിടെയെങ്കിലും പോയി സമാനത്തോടെ ഇരുന്ന് അവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനിലായിരുന്നു. ഇനിയെല്ലാം നിങ്ങളുടെയിലാണ്. നിങ്ങൾക്കിനി അവനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൊല്ലണമെങ്കിൽ അവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് വെക്കാം. അപ്പം തന്നെ ലൂഫി കിടന്ന് കാർന്നുണ്ട്, അയ്യോ അത് പറ്റത്തില്ല, കാര്യം എനിക്ക് അവനോട്ട് കുറച്ചധികം ബിസിനസ് ചെയ്യാനുണ്ട്. നമ്മുടെ റോഡ് ഉണ്ടല്ലോ, റോഡ് സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവൻ ആരോ കൊല്ലാൻ നോക്കിയതുപോലെ ഉണ്ട്. അത് മാത്രമല്ല എന്തോ എനിക്കൊരു ഡൗട്ടും തോന്നുന്നുണ്ട്. ഇതിനി എങ്ങനെ എന്തുവാണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ലൂഫി കിടന്ന് കാണുന്നുണ്ട്. ഹജറുദ്ദീൻ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എങ്ങനെയെങ്കിലും അവൻ്റെ ജീവൻ ഒന്ന് രക്ഷിക്കാൻ നോക്ക്. അവൻ എങ്ങനത്തെ ആളാണ്, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരിക്കലും അവൻ മരിക്കുന്നത് കാണാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ ഗർഡ് ലോക്കിനെ ട്രീറ്റ് ചെയ്യുവാണ്. ഏകദേശം മാസങ്ങളെടുക്കും ലോക്കി ഇനി നോർമൽ അവസ്ഥയിലേക്ക് വരാനായിട്ട്. കാര്യം അത്രയധികം മൂഡ്സ് ലോക്കിക്ക് കിട്ടിയിട്ടുണ്ട്. ലൂഫി പറയുന്നുണ്ട് ഇവന്റെ കൊമ്പുകൾ അത് അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് ലൂഫിയുടെ ലോക്കിയുടെ കൊമ്പിൽ കയറിയാണ് ഇരിക്കുന്നത്. അപ്പൊ ഹജറുദ്ദീൻ പറയുന്നുണ്ട് അതൊരു ഏൻഷ്യൻ ജയൻസിന്റെ മാർക്കിംഗ് ആണ്. ഞങ്ങളുടെ അച്ഛനും ഈ കൊമ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അവിടെയായിട്ട് നമ്മുടെ ലോക്കി ഹജറുദ്ദീന് കുഞ്ഞായിട്ട് നിൽക്കുന്ന സമയം. അപ്പം നമ്മുടെ കിങ് ഹാർഡിൽ പറയുന്നുണ്ട്, മക്കളെ ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം സഹായിച്ച് എൽബഫിനെ രക്ഷിച്ചോളാം. എന്നാൽ നമ്മുടെ ലോക്കി അതൊന്നും അത്ര വലിയ കാര്യമാക്കിയൊന്നുമില്ല. ലോക്കി പണ്ട് തൊട്ട് തന്നെ ഹജറുദ്ദീനെ നന്നായിട്ട് തന്നെ ബുള്ളി ചെയ്യുമായിരുന്നു. എന്തിന് സമയം കിട്ടപ്പോഴെല്ലാം ഹജറുദ്ദീന്റെ അമ്മേനെ അവൻ കളിയേക്കുമായിരുന്നു. പെട്ടെന്ന് ഹജറുദ്ദീൻ ഇതെല്ലാം ഓർത്തിട്ട് തന്റെ കയ്യിലേക്ക് ഒരു ആക്സ് എടുത്ത് പിടിക്കും. എന്നിട്ട് ലോക്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നിടത്ത് പെട്ടെന്ന് നമ്മുടെ റോഡ് അതൊന്ന് തടയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇവന് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ സാധിക്കത്തില്ല, ഇവൻ എന്റെ അമ്മേനെ ഇൻസൾട്ട് ചെയ്തു, എന്റെ അച്ഛനെ കൊന്നു. എന്നാൽ ലോക്കി പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്ന രീതിക്ക് പറയുന്നുണ്ട്, അങ്ങനെ അങ്ങോട്ട് ചെയ്താൽ പോരെ, നീ എന്തിനാണ് ഇത്ര സമയം കളഞ്ഞത്, നീ ഇപ്പോഴും നിന്റെ പേഴ്സണൽ ഡ്രാമയിൽ തന്നെ മുഴുകി കിടക്കുവാണ്, നീയും മറ്റുള്ളവരെ പോലെയാണെന്ന് പറയല്ലേ ഹജറുദ്ദീൻ. നമ്മുടെ അച്ഛനെ ഞാൻ ഇത്ര കോൾഡ് ബ്ലഡ് ആയിട്ട് കൊല്ലുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ലോക്കി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഹജറുദ്ദീനായിട്ട് ഇത് കിട്ടി ഞെട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ് ലാസ്റ്റ് പറഞ്ഞ ആ ഒരു ഡയലോഗ് ചെറിയൊരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഒഫീഷ്യൽ സ്കാൻസ് വന്നാലേ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ലോക്കി അവസാനം വലിയൊരു കൺഫ്യൂഷൻ നടത്തിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അങ്ങനെ അവസാനിക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ഒന്നുമില്ല. അതായത് അടുത്ത വെള്ളിയാഴ്ച നമ്മളെ തേടി ചാപ്റ്റർ 1144 വരുന്നുണ്ട്. സോ അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.